മുഖം മിനുക്കി കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങി ഒരു വിദ്യാലയ മുത്തച്ഛി. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നവീകരിച്ച് കുട്ടികളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ 44 ലക്ഷം രൂപ ചിലവഴിച്ച് 3 മാസം കൊണ്ടാണ് കെട്ടിട നവീകരണം പൂർത്തിയാക്കിയത്. 1954 ആരംഭിച്ച ഹൈസ്കൂൾ കെട്ടിടങ്ങളാണ് പുതുമോടിയിലാക്കിയിരിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന ശ്രേഷ്ഠ വിദ്യാലയമാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് സ്കൂൾ. ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഭൂമികയായ ഉപ്പുതറയിൽ 1954 സ്ഥാപിക്കപ്പെട്ട ഹൈറേഞ്ചിലെ ആദ്യ വിദ്യാലയം എന്ന ഖ്യാതിയുള്ള സ്കൂളാണിത്. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഈ സ്കൂളുമായി ബന്ധമില്ലാത്ത ഒരു കുടുംബം വിശാലമായ ഹൈറേഞ്ച് പ്രദേശത്തും വിരളമായി. 1954 നിർമ്മിച്ച ഈ സ്കൂളിന്റെ ഹൈസ്കൂൾ ബ്ലോക്ക് പുനർനിർമ്മാണമില്ലാതെ മുന്നോട്ട് പോകാത്ത അവസ്ഥയിലായിരുന്നു. ഈ കെട്ടിട സമുച്ചയത്തിന്റെ ചരിത്ര പ്രാധാന്യവും തിരസ്കരിക്കാതെ പഴമ നിലനിർത്തി ഓടുകൾ മാറ്റിയാണ് പുതുമോടിയിൽ എത്തിച്ചത്. കാലപ്പഴക്കം വിദ്യാലയം മുത്തച്ഛിയെ ക്ഷീണിപ്പിച്ചു. ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, പഠിപ്പിച്ച് റിട്ടയറായ അധ്യാപകർ, സുമനസ്സുകൾ എന്നിവരുടെ സഹായത്തോടെയാണ് സ്കൂൾ മുഖം മിനുക്കിയത്. പഴമയിലൂന്നിയാണ് കെട്ടിടം നിർമ്മിച്ചത്. അതിനാൽ കെട്ടിടം നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ഹെഡ് മിസ്റ്റർ ഹെമിക് ടോമും അധ്യാപകൻ ബിമി തോമസിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമാണ് സ്കൂൾ പുതുമോടിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാർച്ച് മാസം 1 മുതലാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. സെൻറ് ജോസഫ് കെട്ടിടത്തിൻ്റെയും ഹൈസ്കൂൾ ബിൽഡിങ്ങുകളുടെയും റൂഫ് വർക്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഓടുകളെല്ലാം മാറ്റി ഷീറ്റിട്ട് സീലിംഗ് വർക്കുകൾ, ടൈൽ വർക്ക്, വൈദ്യുതീകരണം ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും തീർത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 47 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ അടുത്ത് ചെലവ് വരുന്നൊരു പദ്ധതിയാണ്. നമുക്കിത് കളക്ട് ചെയ്യാനായിട്ട് നാട്ടുകാരിൽ നിന്നും നമ്മുടെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്നും ഫോർമർ സ്റ്റുഡൻസിൽ നിന്നൊക്കെ ആയിട്ട് ഏകദേശം ഒരു 44 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ഒരു 44 ലക്ഷം നമുക്ക് കിട്ടുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും. ബിബിൻ എന്ന അധ്യാപകൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നടത്തിയ പ്രവർത്തനമാണ് സ്കൂളിനെ പുതുമോടിയിലെത്തിച്ചത്. നിർമ്മാണം പൂർത്തിയായ ഉടൻ പ്രൊമോഷൻ ലഭിച്ചത് ഈ അധ്യാപകന്റെ പ്രയത്നത്തിന് കിട്ടിയ പ്രതിഫലമാണ്. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ എത്തുന്ന കുട്ടികൾ നനയാതിരുന്ന് ടൈൽ വിരിച്ച ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ ഇനി അവർക്ക് കഴിയും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.